നമ്മുടെ മുന്നിൽ നിന്നുള്ളത്. പക്ഷെ അവരൊരു സ്വാമിയാണെന്നോ സ്വാമിനിയാണെന്നോ അല്ല. ഇവിടെ എന്ന് വെച്ചാൽ അവർ പറഞ്ഞ കുറെ സത്യങ്ങളുണ്ട്. ഭൂമിയിൽ ഈ മനുഷ്യൻ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യണം എന്ന് അവർ പറയുന്ന സത്യം എന്ന് പറയുന്ന വലിയൊരു സത്യം, അതിന് കവർ ചെയ്തുകൊണ്ട് തെറി പരിവേഷമായിട്ട് ഇപ്പൊ പറയുന്ന ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ആരാണ് താഴെ എന്ന് പറഞ്ഞ വേറെ സ്ഥലത്ത് വേറെ സംഭവമാണ്. അവർ പറയുന്ന ഈ പറയുന്ന മുരിങ്ങ പറയും ഇങ്ങനെ പറയുന്നില്ലേ, ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ അങ്ങനെ പറയാൻ പാടില്ല. ഈ പറയുന്നതൊക്കെ പുരുഷന് മാത്രം അധികാരപ്പെട്ടതാണ്. പൊതുവെ സോഷ്യൽ മീഡിയ വിഷ്വൽസിലെല്ലാം ഇപ്പം എല്ലാം സിനിമകളൊക്കെ നമ്മളൊന്ന് നോക്ക്, പുരുഷന്മാർക്ക് എന്തുമാകാം. അത് മെയിൻ സെന്റേഡ് സൊസൈറ്റിയുടെ പെട്രിയാർക്കിക്കൽ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന ആ ഒരു അടിമ ചങ്ങലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ അവിടെ സ്വതന്ത്രമായി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവളെ വെടക്കാക്കി തനിച്ചാക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പൊ അവർക്കെതിരെ നേരിട്ട് ആ വെല്ലുവിളികൾ അവരെത്ര സധൈര്യത്തോടെ ആ തെറി അതേപോലെ തെറിയായിട്ട് തന്നെ തിരിച്ചു കൊടുത്ത് അവർ വരുമ്പോൾ അവരിപ്പോ സ്വാമിയാണെന്ന് പറയുക, അവരൊരു സ്വാമിയാണെന്ന് പറയുക. അതും എന്തോ ഒരു സാധാരണ അതെ സാധാരണ എന്താണ് മനുഷ്യൻ കാണിക്കുന്നത്, ഇവിടെ എന്താണ് സാധാരണ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു സാധാരണം എനിക്ക് മാത്രമുള്ളതാണ്. വേറെ വ്യക്തി ചിന്തിക്കുന്നതാണ് ഞാൻ എന്താണോ ഈ സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് എന്നിലൂടെ വന്നപ്പോൾ അവരതിനെ പ്രതിഫലിപ്പിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ നാളെ ഇവരെല്ലാം വേറൊരാളും ഇതുപോലെ പറയുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്വാമിനി ആയിരിക്കില്ല. ഫെമിനിസം എന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും ഫെമിനിസം? എന്താണ് ഫെമിനിസം എന്ന് പറയുന്നത്? ഏതൊരു പുരുഷനിലും ഏതൊരു സ്ത്രീയിലും ഫെമിനിസ്റ്റുകളുണ്ട്. ഈ ഫെമിനിസം എന്താണെന്ന് ശരിയായിട്ട് അറിയാത്ത ആൾക്കാരാണ് ഫെമിനിസത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞ് ഒരു വ്യക്തി നല്ല രീതിയിൽ സമൂഹത്തിന് ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ അത് ആത്മീയ പരിവേഷം, ആത്മീയ അടിമകളാണല്ലോ, മത അടിമകളാണല്ലോ. മതം എന്നൊന്നും പറയുന്നത് ഇല്ല, മനുഷ്യൻ എന്ന് പറയുന്ന മതമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ റിയാലിറ്റി അവർ തുറന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ ഇതിനൊരു എന്താ പറയാ, അതിനൊരു മാനസിക രോഗം എന്നല്ല, അതായത് ഈ ഭൂമിയിൽ എന്താണ് വേണ്ടതെന്ന് പറയാനും പ്രവർത്തിക്കാനും തിരിച്ചറിവ് ലഭിച്ച ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ അത് തുറന്നടിക്കുന്നതാണ്. അതിനകത്ത് ഒരു മാനസിക രോഗം എന്നല്ല. മാനസിക രോഗം ആർക്കാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിയാലിറ്റിയെ തിരിച്ചറിയാൻ പറ്റാതെ കമന്റ് പറയുന്ന സൈക്കോപാത്തുകളുടെ ഒരു ലോകമാണ്. സൈക്കോപാത്തുകൾ വാഴുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് മാനസിക രോഗം എന്ന് പറയുന്ന ഈ ഒരു മൂവിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇവർക്ക് അവർ ഒരുപാട് സത്യങ്ങൾ അവർ തുറന്നു പറയുകയാണ്. ഒരുപാട് സത്യങ്ങൾ അവർ തുറന്നു പറയുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധം, കുടുംബ ബന്ധം, സ്വാമിമാരെ സൃഷ്ടിച്ചെടുക്കുന്ന സമൂഹം, പലരുടെയും സൃഷ്ടികളാണ് ഇവിടുത്തെ ഗുരുക്കന്മാരെല്ലാം. അത് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ പറയേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുകയാണ്. അതിലൊരു ഭ്രാന്താണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. നല്ല തിരിച്ചറിവ് കിട്ടിയ ഒരു വ്യക്തിത്വം, ഈ കാലഘട്ടത്തിലെ നല്ല തിരിച്ചറിവുള്ള ഒരു വ്യക്തിത്വമാണ്. അവർ ആ ധൈര്യത്തോടു കൂടി അവർ തന്നെ മുന്നോട്ട് പോകണം. ഇതുപോലെ ഒരുപാട് പേര് തുറന്നു പറയാനായിട്ട് വരണം. അപ്പൊ ഈ പറയുന്ന പോലെ ഈ സന്യാസിമാരുടെ ഒരു യുഗമായിട്ട് ഇത് മാറും. സന്യാസി എന്ന് പറയുന്ന യഥാർത്ഥ സന്യാസം അപ്പൊ അവിടെ നമുക്ക് ഭൂമിയിൽ എക്സിസ്റ്റൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. അവര് സന്യാസിയാണ്. ഈ സന്യാസം എന്ന് നമ്മുടെ കൺസെപ്റ്റിൽ എന്താണ്? ലൗകിക സുഖങ്ങളും തിരിച്ചറിവുകളും എല്ലാം വെടിഞ്ഞ് ഒരു ഡിറ്റാച്ച്ഡ് മൈൻഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് സന്യാസിമാർ. യഥാർത്ഥത്തിൽ അവരതാണ്. അവരൊരിക്കലും ഇമോഷണലി ഒന്നിനോടും അട്രാക്റ്റഡ് അല്ല. അവർ സ്റ്റേബിൾ ആയി നിന്ന് എല്ലാത്തിനെയും തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. അത് അവരുടെ സോഷ്യൽ അനിമൽ എന്ന നിലയിൽ അവര് ചോദിച്ചത് ഇതൊരു മാനസിക രോഗമായിട്ട് കാണാൻ പറ്റുമോ എന്നല്ലേ ചോദിച്ചത്. മാനസിക രോഗമല്ല, മാനസിക രോഗമായിട്ടുള്ള ഇത് മനസ്സിന്റെ വേറൊരു തരത്തിലുള്ള തിരിച്ചറിവായിട്ടാണ് കാണുന്നത്. ഓക്കെ, മാനസിക രോഗമായിട്ട് കാണുന്നില്ല.